എത്ര കടുത്ത താരനും മുടി കൊഴിച്ചിലും പെട്ടെന്ന് മാറാനായിട്ടുണ്ടല്ലോ. ഉലുവയില്ലേ, ഉലുവ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു മാസം 1.5 മാസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് നേരം മുൻപ് വേണമെങ്കിൽ തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഷാമ്പുവോ സോപ്പോ ഇട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല തിളക്കവും കിട്ടും, മുടി വളരാനൊക്കെ ആയിട്ടും എളുപ്പമാണ്, നല്ല കറുപ്പും കിട്ടും കേട്ടോ മുടിക്ക്. ഇതുപോലെ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഈ കറ്റാർ വാഴ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കറ്റാർ വാഴ ചെറിയൊരു തണ്ട് മുറിച്ചെടുക്കാം കേട്ടോ. മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ ഒരു പൾപ്പില്ലേ, ആ പൾപ്പ് ഇതുപോലെ നിങ്ങൾ ചിരണ്ടി എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലെ കറ്റാർവാഴയുടെ ഇത് ചെടി നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് 1 കിലോയുടെ 1/2 കിലോയുടെ ഒക്കെ കറ്റാർവാഴയുടെ ജെല്ല് ഓഫർ പ്രൈസിൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. 100 200 കിട്ടും കേട്ടോ 1/2 കിലോ 1 കിലോയ്ക്ക്. അപ്പം വേണമെങ്കിൽ ഞാൻ ഈ താഴത്തെ ഏറ്റവും ഫസ്റ്റത്തെ കമൻറ്റ് പിൻ ചെയ്ത് അതിൽ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. ഇനി ആ ജെല്ലിലേക്കുണ്ടല്ലോ റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുക്കാം. മുടി നല്ല രീതിയിൽ വളരും, മുടിക്ക് നല്ലൊരു മണവും കിട്ടും, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. തലയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ റോസ്മേരിയുടെ ലീഫ്. അപ്പോൾ നിങ്ങൾ തലേന്ന് ഇതുപോലെ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് അതിലേക്ക് ഈ നമ്മുടെ റോസ്മേരിയുടെ ലീഫും ഒരു അല്ലെങ്കിൽ 1 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവയും കറ്റാർവാഴ ജെല്ലിൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ കുതിർത്തി വെക്കണം. നമ്മുടെ വീട്ടിൽ നിന്നും എടുത്ത് പറിച്ച് വെച്ചേക്കുന്ന കറ്റാർവാഴയിലാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചീമ്പിയിട്ടിട്ട് വെള്ളവും നമ്മുടെ ഉലുവയും റോസ്മേരി ഇട്ടിട്ട് ഇങ്ങനെ കുതിർത്തി വെക്കണം. ഇപ്പോൾ റെഡിമെയ്ഡ് കറ്റാർവാഴയിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി, പിന്നീട് കറ്റാർവാഴയുടെ ജെല്ല് സെപ്പറേറ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിത് ഇതുപോലെ ഒന്ന് കുതിർത്തിയിട്ട് ഇന്നെടുക്കരുത്, നാളത്തേക്ക് എടുക്കാം കേട്ടോ. എന്നാലാണ് ആ ജെല്ലി തന്നെ കിടന്നിട്ട് നമ്മുടെ ഉലുവയും റോസ്മേരി നല്ല രീതിയിൽ കുതിർന്ന് കിട്ടത്തുള്ളൂ. ഇതുപോലെ കേട്ടോ. ഇത് പിറ്റേന്നാണേ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ. അപ്പം ചെറിയ മിക്സിയുടെ ജാറെടുക്കുക, വലിയ മിക്സിയുടെ ജാറെടുക്കരുത് കേട്ടോ. ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പുറം ഇരിക്കുന്ന ഒരു കുഞ്ഞ് ഗ്ലാസ് കണ്ടോ, അതിൽ ഞാൻ വെറുതെ കുറച്ച് വെള്ളത്തിൽ ഉലുവയും നമ്മുടെ റോസ്മേരിയുടെ ലീഫും അപ്പുറത്ത് വെറുതെ ഇട്ട് വെച്ചേക്കുന്ന. അപ്പോൾ നിങ്ങൾ അതങ്ങനെ എടുക്കണമെങ്കിൽ അതിലേക്ക് അലോവേരയുടെ ജെല്ല് പിറ്റേന്ന് ചേർത്ത് അടിച്ചെടുത്താൽ മതി. സവാള കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയൊരു കഷ്ണം സവാള എടുക്കുന്നുണ്ട്. തലയിലെ താരം പോകാൻ ബെസ്റ്റാണ്, കാരണം നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഈ സ്കാൽപ്പിൽ ഇങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ പിടിച്ച് താരരിക്കത്തില്ലേ, അതിങ്ങനെ ഇളകി പോരും കേട്ടോ ഇതിങ്ങനെ തേക്കുവാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം സവാളയും കൂടി എടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് കറക്കി എടുക്കണേ. അപ്പം കറക്കി എടുക്കുമ്പം നല്ലൊരു ചമ്മന്തി പരുവത്തിൽ കിട്ടും. ഒരുപാട് വെള്ളം ചേർക്കാണ്ട് നമ്മൾ അരിക്കണമെങ്കിൽ ഒരു നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടും. ഇത് നമ്മൾ തുണിയിൽ അരിച്ചെടുക്കുക. തുണിയിൽ നിന്ന് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിലോ ആ ഒരു പൾപ്പിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ തുണിയിലായിട്ട് ഒരു ഷിഫോണിൻ്റെ ഷോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് അരിച്ച് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. വെള്ളം ഇതുപോലെ ഇതിന് ശേഷം ചേർത്താൽ മതി. നമ്മൾ ആ ജാറ് അങ്ങോട്ട് കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തോ. പിഴിഞ്ഞെടുക്കുമ്പം നല്ലൊരു കുഴമ്പ് പരുവത്തിൽ ഒരു ജെല്ലി ആയിട്ടുള്ള അതിൻ്റെ ഒരു വെള്ളം കിട്ടും കേട്ടോ. താളിയൊക്കെ നമ്മളിങ്ങനെ ഇതാക്കിയെടുക്കുമ്പോൾ ഒരു ജെല്ലി ഇങ്ങനെ ഞോളപ്പുള്ള വെള്ളം കിട്ടത്തില്ല, അതുപോലെ ഒരു വെള്ളം കിട്ടും. അപ്പോൾ നിങ്ങൾ ആ നമ്മളിങ്ങനെ തുണി തന്നെ ഇങ്ങനെ മുക്കി പിഴിഞ്ഞെടുക്കട്ടെ. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഞോളപ്പായിട്ടുള്ള എൻ്റെ വെള്ളം കിട്ടും. ഈ വെള്ളത്തിൽ നമുക്ക് ഒരു മാസം 1.5 മാസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളില്ലേ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്കാൽപ്പിന് നല്ലതാണ്. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ മുടി വളരാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. തലമുടിക്ക് നല്ല തിളക്കവും കിട്ടും. ഈ ഉലുവയുടെ ജെല്ല് ഇങ്ങനെ തേച്ചാലും മുടിക്ക് നല്ല ഒരു തിളക്കം കിട്ടും കേട്ടോ. മുടി വളരാനും ബെസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നമ്മൾ എത്ര പ്രായം ചെന്നാലും നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ലാത്ത രീതിയിൽ നല്ലൊരു കൊറിയൻ സ്കിന്നി ലുക്കിൽ ഒരു ഗ്ലോ ആയിട്ടിരിക്കും സ്കിൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ജസ്റ്റ് പൊട്ടിച്ചെടുത്ത് ഒഴിക്കണേ. ഇനി കീമോതെറാപ്പിക്ക് കഴിഞ്ഞ ടീമുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഉണ്ടല്ലോ ഒലിവ് ഓയിലോ ആവണക്കിനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യണമെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് പോയ സ്ഥലത്തുള്ള മുടി പെട്ടെന്ന് വളരാൻ നല്ലതാണ്. നിങ്ങൾക്ക് തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും, ഉറക്കവും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കും ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന ഓയിലില്ലേ അത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് സ്കാൽപ്പിലേക്ക് ഇങ്ങനെ നമ്മുടെ ഓട്ടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ സിറം പോലെ ഇങ്ങനെ ഒഴിച്ച് മസാജ് ചെയ്ത് കൊടുക്കണവർക്ക് ചെയ്യാം. തണുപ്പുള്ള ടീം പറ്റില്ലാത്തവർ അങ്ങനെ ചെയ്യേണ്ട. കയ്യിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും റോസ്മേരി ലീഫും അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ നമ്മുടെ ആവണക്ക് എണ്ണയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒരാൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അയാളുടെ കമൻറ്റ് പിൻ ചെയ്ത് തരാം. അതിൻ്റെ താഴെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. ആ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ ആ വീഡിയോയുടെ താഴെ മലയാളം ഡിസ്ക്രിപ്ഷൻ്റെ താഴെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ കയറി വാങ്ങുവാണെങ്കിൽ വീട്ടിൽ പ്രോഡക്റ്റ് എത്തും, ഓഫർ പ്രൈസിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു നല്ല ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവരല്ല വന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം.